ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉള്ളി മുളക് ചമ്മന്തിയാണ് കാണിക്കുന്നത്. ഇത് ഇഡ്ലിക്കും ദോശയ്ക്കും അതുപോലെ തന്നെ ചോറിനും ഒക്കെ ഒപ്പം കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ള ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചട്നിയാണ്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നല്ലെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ഉഴുന്ന് ചേർക്കുക. ഇത് ഉഴുന്ന് ചെറുതായിട്ട് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ വല്ലാതെ തന്നെ ബ്രൗൺ ആക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് ഒരു 5-6 വെളുത്തുള്ളി ചേർക്കാം. പിന്നെ ഒരു 1.5 പിടി ചെറിയ ഉള്ളി കേട്ടോ, 1.5 പിടി ചെറിയ ഉള്ളി. ഇത് കോരി മാറ്റാം. ഞാനൊന്ന് കോരി മാറ്റുകയാണ്. ചെറിയ ഉള്ളി ഒരു 30 സെക്കൻഡ് ഒന്ന് വഴറ്റിയാൽ മതി കേട്ടോ, അതിൽ കൂടുതൽ വഴറ്റരുത്. ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് പുളിയും കൂടി ചേർക്കുന്നുണ്ട്. പുളി നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം ചേർത്താൽ മതി. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇതൊരു വേറൊരു പാത്രത്തിലോട്ട് കോരി മാറ്റുക. ഇത് വറക്കുമ്പോൾ കരിഞ്ഞു പോകരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഫ്ലെയിം അധികം കൂട്ടി വയ്ക്കരുത്. ഇതിൽ ബാക്കി വരുന്ന എണ്ണയിൽ ഒരു 2 തക്കാളി മുറിച്ചിടുക. എണ്ണ കുറവുണ്ടെങ്കിൽ കുറച്ച് എണ്ണ ചേർക്കാവുന്നതാണ്. ഒരുവിധം പഴുത്ത തക്കാളിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഒരു സൈഡ് വേവുമ്പോൾ ഇത് മറ്റേ സൈഡ് മറിച്ചിട്ട് കൊടുക്കണം. അത് തിരിച്ചു മറിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അതിൻ്റെ സ്കിന്നൊക്കെ നന്നായിട്ട് ഇങ്ങനെ സോഫ്റ്റായി വരും. ഇപ്പോൾ ഇത് തക്കാളി നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ പച്ചമണമൊക്കെ മാറി അതൊന്ന് ഇങ്ങനെ ചുങ്ങി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർക്കാം. എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർക്കാം കേട്ടോ. അതിന് പ്രത്യേകിച്ചൊരു കണക്കില്ല. കുറച്ച് കാശ്മീരി ചില്ലിയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു കളറ് കിട്ടും. ഇനി ഇതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്യുക. മുളക് പൊടി ആവുക കാരണം കരിഞ്ഞു പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഓയിൽ വേണമെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ റോസ്റ്റ് ചെയ്ത് വെച്ച ഈ തക്കാളി ആദ്യം വഴറ്റി വെച്ച ഈ ഉള്ളിയും വെളുത്തുള്ളിയുടെയും ഒക്കെ കൂടെ ചേർക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് ഒന്ന് തണുത്തതിന് ശേഷം മാത്രം ഇത് അരച്ചെടുക്കുക കേട്ടോ. ഒന്നിങ്ങനെ തരിതരിപ്പായിട്ട് അരച്ചെടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. പക്ഷേ ശ്രദ്ധിക്കുക, പരിപ്പ് നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടില്ലെങ്കിൽ ആ പരിപ്പ് ഇങ്ങനെ കൂടുതൽ കടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ ചെറിയൊരു തരിതരിപ്പോട് കൂടിയിട്ട് അരച്ചെടുക്കുക. ഇനി ഇതിലേക്കുള്ള വറവ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് നല്ലെണ്ണ ഒഴിക്കുക. നല്ലെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർക്കുക. കടുക് പൊട്ടി വരുമ്പോൾ കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാം. ഇതിനി അരച്ച് വെച്ച ചമ്മന്തിയിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു ചമ്മന്തിയാണത്. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കണം. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ ഇനി നമുക്ക് വേറെ ഈസി റെസിപ്പിയെ വീണ്ടും കാണാം. താങ്ക്